എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറി റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നല്ല കുറുക്കിയ ചാറോടുകൂടിയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. 2-3 ദിവസം പുറത്തിരുന്നാലും കേടാകാത്ത രീതിയിലും കൂടിയാണ് ഇത് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ ഈസിയാണ്, എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ കുറവുമില്ല. നല്ല രുചികരമായിട്ടുള്ള ഒരു മീൻകറിയും കൂടിയാണ്. ഇത് തയ്യാറാക്കുന്ന വിധം നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞതും മീഡിയം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിലീഫുമാണ് നമ്മൾ എടുക്കുന്നത്. ഇനി പൊടികളായിട്ട് വേണ്ടത് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടിയുമാണ് എടുത്തേക്കുന്നത്. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ മീൻകറിക്ക് നല്ല ഒരു കളറ് കിട്ടും. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവുള്ളതും മുളക് പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർത്താലും മതി. ഇതിലോട്ട് ലേശം വെള്ളം ഒഴിച്ച് നമുക്കിത് ആദ്യം ഒരു കുഴമ്പ് പരുവത്തിലൊന്ന് കുഴച്ച് വെക്കണം. നമ്മളല്ലാതെ ഡയറക്റ്റ് പൊടി ചട്ടിയിലോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വെള്ളം ഒന്ന് നനച്ച് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കി തുടങ്ങാം. മൺചട്ടിയിലോട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് മൂത്ത് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ഈ കറിയിലോട്ട് ഞാൻ ചുമന്നുള്ളിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇവ രണ്ടും ചേർത്ത് കൊടുത്താലാണ് പെട്ടെന്ന് മീൻകറി കേടായി പോകുന്നത്. ഇതൊരു 3-4 ദിവസം നമ്മൾ പുറത്ത് വെച്ച് ഉപയോഗിച്ചാലും കേടാകാത്ത രീതിയിലാണ് ഈ ഒരു മീൻകറി തയ്യാറാക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയുടെ കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചെറിയതായിട്ട് വെള്ളമൊക്കെ ചേർത്തിട്ട് കുഴമ്പ് പരുവത്തിലാണല്ലോ മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. അതുകൊണ്ട് ഈ ഓയിലിലോട്ട് ഒഴിച്ചു കൊടുത്താൽ കരിഞ്ഞൊന്നും പോവുകയില്ല. ഈ മസാലക്കൂട്ടൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന രീതിയിൽ ആക്കിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി വെള്ളവും കൂടെ ചേർത്തിട്ട് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വാളംപുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മീൻ കഷ്ണങ്ങൾ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കണം. ഞാനൊരു 2 കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 750 ഗ്രാമോളം മീൻ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തേക്കുന്നത്. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ വെള്ളം നല്ല രീതിയിലൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഗ്രേവിയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കിന് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ദശകട്ടിയുള്ള 750 ഗ്രാമോളം മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് മീനിൽ വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മീൻകറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ആ ഗ്രേവിയിലോട്ടൊന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നല്ല തിള വരുന്നത് വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് ആ തിളയൊക്കെ ഒന്ന് മാറുമല്ലോ. നല്ല രീതിയിൽ തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേണം നമ്മൾ വറ്റിച്ചെടുക്കാൻ. എന്നാലേ ആ കഷ്ണങ്ങളിലോട്ട് എരിവും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി നമുക്ക് തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഈ ഒരു രീതിയിലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. അല്ലാതെ സ്പൂണ് കൊണ്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൺചട്ടിയിലായതുകൊണ്ട് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ മീൻകറിയുടെ ടേസ്റ്റിന് വ്യത്യാസം വരും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ മീൻകറിയുടെ ഗ്രേവിയൊക്കെ വറ്റി നല്ല കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കണം. ഒരു തണ്ട് കറിലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചുറ്റിച്ച് വെച്ചിട്ട് അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആവി വീണ് മീൻകറി കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടപ്പ് മാറ്റി അതിൻ്റെ ചൂടൊക്കെ ആറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. മീൻകറി തയ്യാറാക്കി 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നീട് ബാക്കി വീഡിയോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോഴത്തേക്കിന് കണ്ടോ, എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. എപ്പോഴും മീൻകറി തയ്യാറാക്കി നമ്മൾ ഉടനെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിൽ പിറ്റേ ദിവസമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഈ ഒരു രീതി മീൻകറി തയ്യാറാക്കിയാൽ 2-3 ദിവസം നമുക്ക് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓരോ ദിവസവും നമ്മളൊന്ന് ചൂടാക്കി കൊടുക്കണം. ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കുക. ആവി മുഴുവനും പോയതിന് ശേഷം മാത്രമേ അടപ്പ് വെച്ചിട്ട് അടയ്ക്കാവൂ. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഈർപ്പം വീണിട്ട് മീൻകറി പെട്ടെന്ന് കേടായി പോകും. ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാരുമായിട്ട് പങ്കുവച്ചിരിക്കുന്ന ഈ മീൻകറി റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും കൂടെ ഒന്ന് പങ്കുവെച്ച് കൊടുക്കാനായിട്ട് മറന്നു പോകല്ല.
ഈ ഒരു മീൻകറി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല കിടു കോമ്പിനേഷനായിട്ടുള്ള ഒരു മീൻകറിയും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ കൂട്ടുകാരെ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.